ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കണു. നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മൾക്കൊരു 30-35 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ മിക്ക ആൾക്കാർക്കും നമ്മുടെ മുഖത്തൊക്കെ അവിടെ അവിടെയൊക്കെ ഫൈൻ ലൈൻസ്, ഇവിടെ കണ്ണിൻ്റെ അവിടെ, നെറ്റിയിൽ അവിടെ അവിടെയൊക്കെ ചുളിവുകളും വരകളും ഫൈൻ ലൈൻസ്, റിങ്കിൾസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ചാടി കയറിയിട്ട് ഏതെങ്കിലും ഒരു റെറ്റിനോൾ ക്രീം അല്ലെങ്കിൽ സിറം നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, അതായത് പണി കിട്ടിയവർക്ക് അറിയാൻ പറ്റും കേട്ടോ ഞാൻ എന്താ പറഞ്ഞു വരണേന്ന്. അതായത് ആദ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആകെ കൂടി മുഖം ആകെ വരണ്ട് ഡ്രൈ ആയിട്ടിരിക്കും ഒന്നങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇവിടെ മൂക്കിൻ്റെ ചുറ്റും വായുടെ ചുറ്റുമൊക്കെ ഭയങ്കരമായിട്ട് തൊലി ഇങ്ങനെ പൊളിഞ്ഞു പോരണ അവസ്ഥ. പിന്നെ നമ്മളൊന്ന് മുഖം കഴുകുമ്പോഴേക്കും ഒന്ന് ചുട്ടുപൊള്ളണ അവസ്ഥ, അതായത് ഒരു സാധനം നമ്മുടെ മുഖത്ത് തേക്കാൻ പറ്റാത്ത അവസ്ഥ. വെയിലത്ത് പോകുമ്പോൾ ആകെ കൂടി ഇങ്ങനെ ചുമന്ന് ഒന്ന് ചെറിയൊരു വെയിൽ തട്ടുമ്പോഴേക്കും നമുക്ക് ആകെ ഇങ്ങനെ പൊള്ളിപ്പോണ അവസ്ഥ. ഇങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്പെടും. നിങ്ങളൊരു ബിഗിനർ ആയിട്ടുള്ള ആളാണ്, നിങ്ങൾക്കൊരു ആദ്യമായിട്ടാണ് നിങ്ങളൊരു റെറ്റിനോൾ സിറം അല്ലെങ്കിൽ ക്രീം യൂസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് സംഭവമാണ് റെറ്റിനോൾ. ഈ റെറ്റിനോൾ എങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ബെനിഫിറ്റ് നമുക്ക് കിട്ടും എന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കൂടി നോക്കാം കേട്ടോ. നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നേരെ വൈകേണ്ട നമ്മുടെ വീഡിയോയിൽ കിടക്കാം. ഓക്കെ, നമ്മുടെ മിക്ക ആൾക്കാരുടെയും ഒരു ഡൗട്ടാണ് ഈ ട്രെറ്റിനോയിനും റെറ്റിനോളും തമ്മിൽ എന്താ വ്യത്യാസം, ഇത് രണ്ടും ഒന്നാണോ എന്നുള്ളത്. അപ്പോൾ ആദ്യം അത് നോക്കാം. റെറ്റിനോൾ എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റമിൻ എയുടെ നാച്ചുറൽ ആയിട്ടുള്ള ഡിറൈവ്ഡ് ഫോമാണ് റെറ്റിനോള്. പക്ഷേ ട്രെറ്റിനോയിൻ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ളതല്ല, സിന്തറ്റിക് ആയിട്ടുള്ള വൈറ്റമിൻ എയുടെ ഡിറൈവ്ഡ് ഫോമാണ് ഈ ട്രെറ്റിനോയിൻ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട്. റെറ്റിനോൾ കുറച്ച് സേഫാണ്, നമ്മുടെ സ്കിന്നിന് ടോളറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. പക്ഷെ ട്രെറ്റിനോയിൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആണ്. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചാടിക്കേറി ട്രെറ്റിനോയിൻ ക്രീം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്കത് ഇറിറ്റേറ്റ് ചെയ്യും, നമ്മുടെ സ്കിന്നെ അത് ടോളറേറ്റ് ചെയ്യണം, അതായത് അത് നമുക്ക് നമ്മുടെ സ്കിന്നിന് അത് സഹിക്കാൻ പറ്റാത്ത ഒരു അത്രയും സ്ട്രോങ് ആണ് ഈ ട്രെറ്റിനോയിൻ ക്രീം. അപ്പോൾ എപ്പോഴും നമുക്ക് റെറ്റിനോൾ ആണ് നമ്മുടെ സ്കിന്നിന് സേഫ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ റെറ്റിനോൾ സിറം അല്ലെങ്കിൽ ക്രീം യൂസ് ചെയ്യണമെന്ന് നോക്കാം. ബെറ്റർ നമ്മൾ സിറം ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തിനാണ് ഈ റെറ്റിനോൾ സിറം യൂസ് ചെയ്യണമെന്ന് നോക്കാം. അതായത് നമ്മുടെ ഈ റെറ്റിനോൾ സിറം എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റെറ്റിനോൾ സിറം നമ്മൾ യൂസ് ചെയ്യുക വഴി നമ്മുടെ ഈ ഒരു ടോപ്പ് ലെയർ ഉണ്ടല്ലോ അത് എക്സ്ഫോളിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പോഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അൺക്ലോഗ് ചെയ്തിട്ട് നമ്മുടെ ഒരു കൊളാജൻ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യും. നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നല്ല എന്താ പറയുക ഫേമായിട്ടും ഈവനായിട്ടും നമ്മുടെ സ്കിന്നിൽ റിങ്കിൾസും ഫൈൻ ലൈൻസും ഇല്ലാണ്ട് നല്ല ഈവൻ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള സ്കിൻ നമുക്ക് കിട്ടും. അപ്പോൾ ആക്നി ഉള്ളവർക്കൊക്കെ നല്ലതാണ് ഈ ഒരു ആൻറ്റി ഏജിങ്. നമ്മൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി മാത്രമല്ല പല രീതിയിലുള്ള ഗുണങ്ങളും നമുക്ക് ഈ ഒരു റെറ്റിനോൾ സിറം യൂസ് ചെയ്യുക വഴി നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ റെറ്റിനോൾ സിറം നമ്മൾ രാത്രി മാത്രമാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. പകൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സൺലൈറ്റ് ആയിട്ട് ഈ റെറ്റിനോൾ റിയാക്ട് ചെയ്തിട്ട് നമ്മുടെ സ്കിന്ന് ഇറിറ്റേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചാടിക്കറി പകലൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവും, ഭയങ്കരമായിട്ട് പ്രോബ്ലം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ രാത്രി മാത്രം ഉറങ്ങാൻ കിടക്കണേക്കാളും മുന്നേ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് നമുക്ക്. അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും, അതായത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് എന്ന് പറയുന്നത് നമ്മൾ മുഖം കഴുകിയ ഉടനെ തന്നെ നമ്മൾ ഈ ഒരു സിറം യൂസ് ചെയ്യുന്നത് ഏറ്റവും ഒരു ദുരന്തം പിടിച്ച ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ മുഖം കഴുകി നന്നായിട്ട് തുടച്ചതിന് ശേഷം നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. നമ്മൾ ഉടനെ തന്നെ, അതായത് മുഖം കഴുകി തുടച്ച ആ ഉടനെ തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. നന്നായി ഡ്രൈ ആയതിനു ശേഷം ഒരു മുഖം കഴുകി ഒരു 5 മിനിറ്റ് കഴിഞ്ഞാലും കുഴപ്പമില്ല, നമ്മൾ നന്നായിട്ട് ഡ്രൈ ആയ ഫേസിൽ മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഡാം സ്കിന്നിലൊക്കെ നമ്മൾ, അതായത് കുറച്ച് വെറ്റായിരിക്കുന്ന സമയത്ത് നമ്മൾ നന്നായി തുടയ്ക്കാതെയൊക്കെ നമ്മൾ ഈ സിറം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും, നല്ലപോലെ നമ്മുടെ സ്കിന്ന് ഇറിറ്റേറ്റ് ചെയ്യും. ബെറ്റർ നമ്മൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഫേസിൽ യൂസ് ചെയ്യണം കേട്ടോ.
മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു റെറ്റിനോൾ സിറം നിങ്ങൾ തിരഞ്ഞെടുക്കാട്ടോ. മാർക്കറ്റിൽ ഒരുപാട് സിറം ഉണ്ട്, ഒരുപാട് ക്രീമുകളുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ചാടി കയറി നമ്മൾ യൂസ് ചെയ്യുന്നേക്കാൾ മുന്നേ നല്ലൊരു സിറം, നല്ല ക്വാളിറ്റി ഉള്ളൊരു സിറം നമ്മൾ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം, ഒരു റെറ്റിനോൾ സിറം, ആൻറ്റി ഏജിങ് സിറം പരിചയപ്പെടുത്തി തരാം. ഈ സാറ്റേൺ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ മിക്ക പ്രോഡക്ട്സും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ഗ്ലോ സിറം, അതേപോലെ തന്നെ പീലിംഗ് സൊല്യൂഷൻ, ഇത് രണ്ടും അടിപൊളിയാണ് കേട്ടോ. ഗ്ലോസറൊക്കെ യൂസ് ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫുള്ള് ഫേസും ഫുള്ള് പിമ്പിൾസും അതുണ്ടായിരുന്നൊക്കെ കംപ്ലീറ്റ് ഈവനായി, ഫേസൊക്കെ നല്ല ഈവനായി. മുന്നേ ഉണ്ടായിരുന്നത് ഈ സമയത്തൊക്കെ നല്ല കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചേഞ്ച് ഉണ്ട്. അതേപോലെ തന്നെ പീലിംഗ് സൊല്യൂഷൻ അതും അടിപൊളിയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഒരു അടിപൊളി ഒരു സിറമാണ് ആൻറ്റി ഏജിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും റെറ്റിനോൾ സിറം അല്ലാണ്ട് വേറെ ഒരു സിറവും, അതായത് സിറത്തിലെ കിങ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ഈ റെറ്റിനോൾ സിറം ആണ്. അത് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്, അതായത് ഒരു ആൻറ്റി ഏജിങ്ങിന് മാത്രമല്ല, നമ്മുടെ സ്കിൻ നല്ല അൺഈവൻ ആയിട്ടുള്ള സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഈവൻ ആവും. അതേപോലെ തന്നെ ഈ ആക്നെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാർക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഫെയ്ഡ് ഔട്ട് ആവും. അതേപോലെ തന്നെ നല്ലൊരു ഫേം ആയിട്ടിരിക്കും നമ്മുടെ ഫേസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് ഇത്തിരി ഹയർ കോൺസെൻട്രേഷൻ അല്ലേന്ന്. ഹയർ കോൺസെൻട്രേഷൻ ആണ്, പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ടും റെറ്റിനോൾ സിറം അല്ല. ഇതിൻ്റെ കൂടെ തന്നെ 1% ഹൈലറോണിക് ആസിഡ്, അതേപോലെ തന്നെ 2.5% നയാസിനമൈഡ്, 0.5% അർജിനിൻ, അതേപോലെ തന്നെ വൈറ്റമിൻ സി സിറം കൂടി ചേർന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സേഫ് ആണ്. നല്ല സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ആക്കും, ഒരിക്കലും നമ്മുടെ സ്കിന്ന് ഇറിറ്റേറ്റ് ചെയ്യില്ല. അപ്പോൾ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫോർമുലേഷനിലാണ് ഇത് വന്നേക്കണത്. ഒരിക്കലും നിങ്ങൾ 1% റെറ്റിനോൾ സിറം മാത്രമായിട്ടുള്ളത് ഒരിക്കലും ചൂസ് ചെയ്യരുത്. നിങ്ങൾ 1% ഇതാണെങ്കിൽ കൂടി നമുക്ക് മറ്റുള്ളത് ഇതിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനുള്ള ബാക്കിയുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമാണ് നിങ്ങൾ ഈ ഒരു കോൺസെൻട്രേഷൻ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് 1% ഹൈലറോണിക് ആസിഡും അതേപോലെ തന്നെ നയാസിനമൈഡും അതേപോലെ തന്നെ അർജിനനും ഒക്കെ ഉള്ള കാരണം നമ്മുടെ സ്കിൻ നല്ല ബൂസ്റ്റ് ചെയ്ത്, അതായത് നമ്മുടെ ആ ഇലാസ്റ്റിസിറ്റി ബൂസ്റ്റ് ചെയ്തിട്ട് നല്ല ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ള നമ്മുടെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ മാറ്റി നല്ലൊരു ഫേം ആയിട്ടുള്ള ഈവൻ ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ തരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് അങ്ങനത്തെ ഒരു സിറം ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു സിറം നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന സിറത്തിന്റെ ക്വാണ്ടിറ്റി മാക്സിമം ഒരു 3 ഡ്രോപ്പ് ആയിരിക്കണം. അതിൽ കൂടുതലാവാൻ പാടില്ല. 2 or 3. നമ്മൾ മുഖത്ത് മാത്രമാണ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ഡ്രോപ്പ് മതി. കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 ഡ്രോപ്പ്. 3 ഡ്രോപ്പും കൂടി നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുക, കഴുത്തിൽ നന്നായിട്ട്, അതേപോലെ തന്നെ മുഖത്തും അപ്ലൈ ചെയ്യുക, നമ്മുടെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഇത്ര മാത്രം മതി. നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് അബ്സോർബ് ആവാൻ വിടുക. അതിനുശേഷം അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നല്ലൊരു മോയ്സ്ചറൈസർ അതിനുശേഷം നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം. മസ്റ്റായിട്ടും അപ്ലൈ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടി നല്ലപോലെ ഇറിറ്റേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു സിറത്തിൽ നമുക്ക് ഹൈലറോണിക് ആസിഡും അതേപോലെ തന്നെ നയാസിനമൈഡും ഒക്കെ അടങ്ങിയുള്ളത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പക്ഷെ എപ്പോഴും നല്ലത് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡ്രൈനെസ് ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കും. നമ്മുടെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ പുറത്ത് പോവുക ണെന്നുണ്ടെങ്കിൽ എന്തായാലും സൺസ്ക്രീൻ മസ്റ്റാണ്. സൺസ്ക്രീൻ എന്തായാലും യൂസ് ചെയ്തിരിക്കണം. കാരണം നമ്മുടെ സ്കിന്ന് നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിത് സൺസ്ക്രീൻ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് പെട്ടെന്നായിട്ട് ഇത് സൺബേൺ ഒക്കെ അടിച്ച് നമുക്ക് നല്ല ഇറിറ്റേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ റെറ്റിനോൾ സിറം ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ കുട പിടിക്കുകയോ അല്ലെങ്കിൽ സൺസ്ക്രീൻ ഇട്ടിട്ട് എന്തായാലും പോകാൻ പാടുള്ളൂ. അടുത്തത്, നമ്മൾ റെറ്റിനോൾ സിറം യൂസ് ചെയ്യണ സമയത്ത് വേറെ ഇതിൻ്റെ കൂടെ നമ്മൾ AHA, BHA, അതായത് ഗ്ലൈക്കോളിക് ആസിഡ്, അതേപോലെ തന്നെ സാലിസിലിക് ആസിഡ്, മാൻഡലിക് ആസിഡ്, ഇങ്ങനത്തെ പീലിംഗ്, അതായത് നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും തന്നെ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പണി കിട്ടും. അതിൻ്റെ കൂടെ ഈ പിക്സി ടോണർ, ഞാൻ പറയാറില്ലേ, പിക്സിയുടെ ടോണർ, ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ടോണറൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ മറ്റേ ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആസിഡ്, പിക്സിയുടെ ഗ്ലോ ടോണിക്, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പാടില്ല. നയാസിനമൈഡ് യൂസ് ചെയ്യാം, ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യാം, ഇങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഒരിക്കലും തന്നെ ഇതെല്ലാം ഇതിൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഈ സാധനങ്ങളല്ലാതെ വേറെ നമുക്ക് ഈ ടോണറുകൾ, അതായത് ഈ ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ സാലിസിലിക്
സാലിസിലിക് ആസിഡ് അടങ്ങിയിട്ടുള്ള AHA BHA പോലത്തെ ഒരു സാധനങ്ങളും യൂസ് ചെയ്യാൻ പാടില്ല. ഇത് രണ്ടും കൂടി ചേർന്ന് റിയാക്ട് ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, നമ്മുടെ ഫേസ് ഡാമേജ് ആയി പോകാനുള്ള ചാൻസ് ആണുള്ളത്. അതുകൊണ്ട് അതിൻ്റെ കൂടെ ഈ സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. പിന്നെ നമ്മുടെ ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇത് നമ്മൾ റെറ്റിനോൾ സിറം നമ്മൾ യൂസ് ചെയ്യണ സമയത്ത് തുടക്കത്തിൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ, ഏതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമോ, ആദ്യത്തെ ആഴ്ച 1 വട്ടം, അടുത്ത ആഴ്ച 2 വട്ടം, അടുത്ത ആഴ്ച 3 വട്ടം, അടുത്ത ആഴ്ച 4 വട്ടം, അങ്ങനെ നമ്മൾ ഓരോ ആഴ്ചയായിട്ട് കൂട്ടി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇറിറ്റേഷനും ഇല്ലാണ്ട് നമ്മുടെ ഫേസിൽ അത് നല്ലപോലെ അഡാപ്റ്റ് ആവാനുള്ള ഒരു സമയം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. നമ്മുടെ സ്കിന്നിന് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഒരു പീലിങ്ങോ അല്ലെങ്കിൽ ചൊറിച്ചിലോ നമ്മുടെ തൊലി ഇളകി പോവേ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇറിറ്റേഷനും നമുക്ക് ഉണ്ടാവില്ല. ഞാൻ ഈ സാറ്റേൺ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ മിക്ക പ്രോഡക്ട്സും നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആന്റി ഏജിങ് സിറം, അതായത് റെറ്റിനോൾ സിറം എന്ന് പറയുന്നത് വളരെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സിറം ആണ്. അപ്പോൾ ഇത് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 599 രൂപയുണ്ട് ഇതിന്റെ പ്രൈസ്. പക്ഷേ എൻ്റെ കൂപ്പൺ കോഡ് വെച്ച് നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 20% ഓഫറിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ആമസോണിനേക്കാളും വില കുറഞ്ഞിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എത്രയാണ് വരുന്നത്, നമുക്ക് ഒരു 400 രൂപ റേഞ്ചാണ് നിങ്ങൾക്ക് വരുന്നത്. ഇത് എങ്ങനെ പോയാലും നമുക്കൊരു 4-5 മാസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ആഴ്ചയിൽ 1 ദിവസമൊക്കെ 2 ദിവസമൊക്കെ യൂസ് ചെയ്യാൻ പോകണുള്ളൂ. നമുക്കപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 മാസം എങ്ങനെയായാലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അത്രയും ക്വാണ്ടിറ്റി നമുക്കിത് കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം.